നിഞ്ച കാമുയി എപ്പിസോഡ് 9 തുടങ്ങുമ്പോൾ മൈക്ക് എമ്മയോട് ചോദിക്കും, അവൾ ഇതിനുമ്പ് ഓസയെക്കുറിച്ച് കുറെ പൊക്കി പറഞ്ഞിട്ടുണ്ട്, അവരിത്രയും ദുഷ്ടന്മാരാണെന്ന് അറിഞ്ഞിട്ടാണോ ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് ചോദിക്കും. അപ്പോൾ അവൾ പറയും, നല്ല കാര്യങ്ങളും ഉണ്ട്, ഓസയിൽ ഒരുപാട് നല്ല ടെക്നോളജീസ് ഉണ്ട്, എന്ത് ഐഡിയയും റിയാലിറ്റി ആക്കാൻ അവർക്ക് പറ്റും. അവർ ദുഷ്ടന്മാരല്ലായിരുന്നെങ്കിൽ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കമ്പനിയായി മാറിയേനെ. അപ്പോൾ ചെറിയൊരു മാർവൽ റെഫറൻസും ഉണ്ട്. മൈക്ക് അയൺമാനെയും ക്യാപ്റ്റൻ അമേരിക്കയും റെഫറൻസ് ചെയ്യുന്നുണ്ട്. രണ്ടുപേരും ടെക്നോളജി കാരണം സൂപ്പർ ഹീറോസ് ആയ ആൾക്കാരാണ്. പിന്നെ ഇവരുടെ പ്ലാനിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. യമയും ഹിഗാനും ചേർന്ന് ആക്റ്റീവായിട്ടുള്ള പവർ പ്ലാന്റ്സിനെ നശിപ്പിക്കും. അതിന്റെ കൂടെ ഇവർക്ക് ആവശ്യമായിട്ടുള്ള പവർ സപ്ലൈസും അവിടെ നിന്ന് അടിച്ചു മാറ്റും. മൈക്കിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ അവൻ പറയും, അവർ കൂടുതൽ ഇതിനെപ്പറ്റി അന്വേഷിക്കും, പക്ഷെ അതിന്റെ ഭാഗമായിട്ട് നിഞ്ചാസിനെ കുറിച്ചുള്ള സീക്രട്സ് എല്ലാം പബ്ലിക്കിന് റിവീൽ ചെയ്ത് കൊടുക്കേണ്ടി വരും. ഈ സംസാരങ്ങളൊക്കെ നടക്കുമ്പോൾ തന്നെ ഇവരിയ്ക്കുന്ന ട്രക്കിൽ ഒരു ട്രാക്കിംഗ് ഡിവൈസ് ഉള്ളതായിട്ട് കാണാം. കഴിഞ്ഞ എപ്പിസോഡിൽ ഹിഗാനുമായിട്ട് ഫൈറ്റ് ചെയ്ത ബിഗ് ഡി എന്ന് പറയുന്ന വില്ലനാണ് ഇത് ചെയ്തത്. അയാൾക്ക് ഇവരുടെ കറക്റ്റ് ലൊക്കേഷൻ അറിയാം. അതിനുശേഷം യാമാജിയും ജോസഫും തമ്മിൽ ചെറിയൊരു ആർഗ്യുമെന്റ് നടക്കുന്നുണ്ട്. ബിഗ് ഡി ഹിഗാനെ ജീവനോടെ വിട്ടതിൽ അവന് നല്ല ദേഷ്യമുണ്ട്. ഈ ലോകം മുഴുവൻ ഒരു ഗെയിമായിട്ടാണ് അവൻ കാണുന്നത്. അവന് മാത്രം കളിക്കാൻ പറ്റുന്ന ഒരു ഗെയിം. അവൻ സ്വന്തം കാര്യം മാത്രമേ ഉള്ളൂ. പക്ഷേ നിന്നെപ്പോലുള്ള വൃത്തികെട്ടവരെ കണ്ടുപിടിച്ച് കൊല്ലുന്നതാണ് നിഞ്ചാസിന്റെ ജോലിയെന്ന് യാമാജിയും പറയും. ജോസഫിൻ്റേത് ഒരു ഹോളോഗ്രാം ആയതുകൊണ്ട് അവൻ കുറച്ച് ദേഷ്യപ്പെട്ടിട്ട് അവിടെ നിന്ന് പോകും. പോവാൻ നേരത്ത് പറയും, ഇനി നിന്റെ ആൾക്കാർ ആരെങ്കിലും ഇങ്ങനെ ചെയ്താൽ അവരെ കൊണ്ട് ഞാൻ സെപ്പുക്കു ചെയ്യിപ്പിക്കും. സെപ്പുക്കു എന്ന് പറയുന്നത് സാമുറൈസ് സൂയിസൈഡ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ശത്രുക്കൾ ക്യാപ്ചർ ചെയ്യുന്നുള്ള സിറ്റുവേഷൻസ് വരുമ്പോഴോ സെപ്പുക്കു ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് കുറച്ചെങ്കിലും റെസ്പെക്റ്റ് കിട്ടും. നിഞ്ചാസിനും സാമുറൈസിനും തമ്മിലുള്ള വ്യത്യാസം പോലും അറിഞ്ഞുകൂടാതെയാണ് ആ മണ്ടൻ അതും പറഞ്ഞ് അവിടെ നിന്ന് പോയത്. അതെല്ലാം കേട്ടിട്ടും യാമാജി നല്ല കൂളായിട്ടിരിക്കുന്നുണ്ട്. മിക്കവാറും യാമാജിക്ക് കിട്ടേണ്ടതെല്ലാം കിട്ടിക്കഴിയുമ്പോൾ ഇവനെ കൊന്നുകളയാനാണ് ചാൻസ്. അതിനുശേഷം വീണ്ടും നടന്മാരെ കാണിക്കും. യമ ഹിഗാന് സൂട്ടിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഹിഗാൻ യമയോട് ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ പറയും. ഇത് അവന്റെ മാത്രം ഫൈറ്റാണ്, നീ മൈക്കിന്റെ കൂടെ നിന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് എങ്ങോട്ടെങ്കിലും പോ എന്നൊക്കെയാണ് പറയുന്നത്. എല്ലാ സീരീസിലും മരിക്കാൻ പോകുന്ന ക്യാരക്ടേഴ്സിന്റെ അടുത്ത് പറയാറുള്ള ഡയലോഗാണിത്. അത് ആ ക്യാരക്ടർ കേൾക്കുകയും ഇല്ല, ഒരാവശ്യമില്ലാതെ മരിക്കുകയും ചെയ്യും. പിന്നെ സായിനെ കാണിക്കുന്നുണ്ട്. ജോസഫ് സായിനെ കാണുമ്പോൾ, ഞാനായിരുന്നു നിന്റെ ബോസ് എങ്കിൽ ഈ കാര്യങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്യാൻ ആദ്യമേ നിന്നെ അയച്ചേനെ എന്ന് പറഞ്ഞ് ആവശ്യമില്ലാതെ എരികേറ്റും. ജോസഫ് ബിഗ് ഡിയുടെ സൂട്ടിന്റെ മെയിൻ്റനൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നു എന്നാണ് പറയുന്നത്. ഇതിന്റെ ഇടയ്ക്ക് സായി ഒരു സൂട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്. അത് അവന് വേണ്ടി ഡെവലപ്പ് ചെയ്തതായിരിക്കാം. ഹിഗാൻ സൂട്ട് ഉപയോഗിച്ച് ഫൈറ്റ് ചെയ്യുമ്പോൾ അവനെ തോൽപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഇവന് സൂട്ട് ഉപയോഗിച്ചല്ലേ പറ്റൂ. കുറച്ച് കഴിയുമ്പോഴേക്കും ബിഗ് ഡിയുടെ സൂട്ടിന്റെ മെയിൻ്റനൻസ് കംപ്ലീറ്റ് ആവും. അവൻ നേരെ ഹിഗാനെ ഫൈറ്റ് ചെയ്യാൻ പോകും. അവന്റെ സെന്റിപ്പീഡ്സിനെ എത്ര നശിപ്പിക്കാൻ നോക്കിയാലും അത് വീണ്ടും പഴയതുപോലെ ആവുന്ന ഒരു ടൈപ്പാണ്. അവനും ഹിഗാനും തമ്മിൽ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ജോസഫിന്റെ കുറെ ആൾക്കാരും കൂടി അവിടെ എത്തും. അങ്ങനെ യമയും മൈക്കും കൂടി സോൾജേഴ്സിനെ ഫൈറ്റ് ചെയ്യും. ഹിഗാൻ ബിഗ് ഡിയുമായിട്ട് ഫൈറ്റ് ചെയ്യും. മൈക്കും യമയും എല്ലാ സോൾജേഴ്സിനും തീർക്കും. കുറച്ച് മെനക്കെട്ടിട്ടാണെങ്കിലും ഹിഗാൻ മറ്റവനെ തോൽപ്പിക്കും. അവന് നല്ലൊരു ഫൈറ്റ് കിട്ടിയതിന്റെ സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അങ്ങനെ മരിക്കാൻ റെഡിയായിട്ടിരിക്കുമ്പോഴാണ് അറിയുന്നത് അവന്റെ സൂട്ട് സെൽഫ് ഡിസ്ട്രക്ട് ആവാനുള്ള പരിപാടി ജോസഫ് നേരത്തെ ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്നു. അതിനുവേണ്ടിയാണ് നേരത്തെ മെയിൻ്റനൻസ് റൂമിൽ പോയതായിട്ട് കാണിച്ചത്. സൂട്ട് പൊട്ടിത്തെറിക്കുന്നു മനസ്സിലായപ്പോൾ ബിഗ് ടി അവന്റെ സെന്റിപ്പീഡ് ഉപയോഗിച്ച് ഹിഗാനെ സേഫാക്കും. കാരണം അവനൊരു മാന്യനാണ്. ഈ രീതിയിൽ ഹിഗാനെ കൊന്നാൽ അത് അവനൊരു അപമാനം പോലെയാണ്. യമയെ രക്ഷിക്കാൻ വേണ്ടി ഓടി വരുന്ന മൈക്കിനെ യമ അവളുടെ റോബോട്ട്സ് ഉപയോഗിച്ച് രക്ഷിക്കും. കുറച്ച് റോബോട്ട് കാറിലുള്ള ജെയ്സനെ സേവ് ചെയ്യാൻ വേണ്ടി എടുത്ത് ചാടുന്നതും കാണിക്കും. അങ്ങനെ ഇവർ 3 പേരും രക്ഷപ്പെടും. യമ മാത്രം ബ്ലാസ്റ്റിൽ പെട്ട് മരിക്കും. നേരത്തെ തന്നെ ഹിഗാനും മൈക്കും തമ്മിൽ യമയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനെ പറ്റി ഒരു കോൺവെർസേഷൻ നടന്നിട്ടുണ്ടായിരുന്നു. മൈക്ക് ഹിഗാന്റെ അടുത്ത് അവളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറയും. ഹിഗാൻ പറയും, ഇതെല്ലാം നശിപ്പിക്കുന്ന ജോലിയാണ് എൻ്റേത്, യമയെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് നിന്റെ ജോലിയാണ്. പക്ഷെ അവസാനം 2 പേർക്കും അവളെ രക്ഷിക്കാൻ പറ്റിയില്ല. മരിക്കുമ്പോൾ ഒറ്റയ്ക്ക് കിടന്ന് മരിക്കേണ്ടി വരും എന്നാണ് അവൾ ഇത്രയും നാളും വിചാരിച്ചു വെച്ചിരുന്നത്. പക്ഷെ അവൾ മരിക്കുന്ന സമയത്ത് അവൾക്ക് ഇഷ്ടമുള്ള ആൾക്കാർ കൂടെ ഉള്ളതിന്റെ സന്തോഷവും അവൾക്കുണ്ടായിരുന്നു. അവസാനം ഓർഗനൈസേഷൻ മൊത്തം ഞാൻ നശിപ്പിക്കുമെന്ന് പറഞ്ഞ് ഹിഗാൻ നടക്കുന്നത് കാണിക്കും. സായിയുടെ സൂട്ടും കംപ്ലീറ്റ് ആയതായിട്ട് കാണിക്കും. സോ അടുത്ത എപ്പിസോഡിൽ ഇവർ 2 പേരും തമ്മിലുള്ള ഫൈറ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. എന്തായാലും നല്ലൊരു എപ്പിസോഡായിരുന്നു. നിങ്ങൾക്ക് എപ്പിസോഡിനെ പറ്റി എന്താണ് തോന്നിയത് ആ കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക.